നമ്മളെ രണ്ടുപേരെ മറികടന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, നമ്മളെ രണ്ടുപേരെ ഒന്നിപ്പിക്കുവാൻ ആ ശക്തിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. വിധി നമ്മളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സർ. പക്ഷെ സാർ അത് സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ വിട്ടേക്കേ. ഞാൻ കോയമ്പത്തൂര് പോവാം. അതിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. നിൽക്ക് ശ്രീലക്ഷ്മി, നീ വീണ്ടും വീണ്ടും ഒരേ കാര്യം സംസാരിക്കുന്നത്. ഈ നേരത്ത് ഈ റോഡിൽ നടന്നു പോകുന്നത് സുരക്ഷിതമല്ല. നീ ആ ബാഗിൽ നിന്ന് ഞാൻ പിടിക്കാം. വേണ്ട സർ, എനിക്കറിയാം എന്റെ ബാഗ് ചുമക്കാൻ. നീ എത്ര നേരം ഈ വെയിറ്റ് ചുമക്കും? കൈ വേദനിക്കില്ലേ? അധികം കൈയല്ലേ സർ, ഹൃദയമല്ലല്ലോ. വേദനിക്കട്ടെ, മനസ്സിന്റെ ഭാരം ഇറക്കാൻ മാത്രം വേറെ വഴിയില്ലാത്തത്. ശ്രീലക്ഷ്മി നിൽക്ക്. നീ എന്തിനാ നീ വെറുതെ വാശി പിടിക്കുന്നത്? ശ്രീലക്ഷ്മി, നെറ്റ്വർക്ക് ശ്രീലക്ഷ്മി നിൽക്ക്. അപ്പൊ ഫോൺ ചെയ്തല്ലേ? ഫോൺ പോകുന്നില്ലേടി. ഇങ്ങോട്ടാ, ഇതെടുത്ത് ദൂരെ കളയാ, അപ്പോഴേക്കും പോവും. ഉറക്കം വരുന്നില്ലേടി. മോളോടൊന്ന് സംസാരിക്കാന്ന് വെച്ചാ കണക്ട് ആകുന്നില്ല. നിങ്ങളുടെ കടയിലോട്ട് അത്യാവശ്യത്തിന് വിളിച്ച റേഞ്ച് കിട്ടുന്നില്ല. പിന്നെയാണോ അത്രയും ദൂരെ പോകുന്ന ബസ്സിൽ റേഞ്ച് കിട്ടുന്നത്? ഹൈവേ അല്ലേ, ചിലപ്പോ നെറ്റ്വർക്ക് കിട്ടില്ലായിരിക്കും. ശരി, ഒരു ടാക്സി വിളിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോന്ന്. അല്ല പിന്നെ എന്താ ശ്രീടച്ച ഇത്? എന്നെയല്ലേ അച്ഛൻ സമാധാനിപ്പിക്കേണ്ടത്? ഇതിപ്പോ രാത്രി മുഴുവൻ ഞാൻ അച്ഛനെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ. അവള് ബസ്സിലേക്ക് കയറുമ്പോ എനിക്കൊരു വാക്കുപോലും അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ എന്റെ കരിക്കൊത്തിയമ്മേ, ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് അച്ഛനമ്മമാർ എന്തുമാത്രം തീയതിന്ന് കാണും. ശ്രീടച്ച, നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എനിക്കാണ് ടെൻഷൻ കൂടുന്നത്. അവൾ എത്തിയാലുടനെ ഫോൺ ചെയ്യാന്ന് വണ്ടി കയറുമ്പോ അവള് നമ്മളോട് പറഞ്ഞതല്ലേ? വാ ശ്രീടച്ച, വന്ന് കിടന്നേ, വന്ന് കിടക്ക്. ആ കിടന്നേ കിടന്നേ. ശ്രീലക്ഷ്മി, താനിത് എവിടേക്ക് പോകുന്നത്? ഏതോ വഴിയറിയാവുന്ന പോലെയാണല്ലോ പോക്ക്. എന്തിനാ ഇത്ര വാശി? ആരെ കാണിക്കാനാ? വാശിയോ? എനിക്കോ? സോറി, വാശി കാണിക്കുന്നത് സാർ ഒരാളാണ്. ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി വാശി കാണിക്കുന്നു. എന്നിട്ട് ആ പഴി ചുമത്തുന്നത് എന്റെ മേലെ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു കമന്റും ഇല്ല. ഇപ്പോ തന്റെ ഫോണും തന്നെ.
നെറ്റ്വർക്ക് കിട്ടുന്നോണ്ട് നോക്കട്ടെ. സാറിന്റെ ഫോണിലെ പോലെ തന്നെ എന്റെ ഫോണിലും സിഗ്നൽ കിട്ടുന്നില്ല ഇവിടെ. ഇനിയിപ്പോ സിഗ്നൽ ഉള്ള സ്ഥലത്തേക്ക് പോയി വണ്ടി ബുക്ക് ചെയ്ത് സാർ തന്നെ പോകുന്ന നല്ലത്. ദയവ് ചെയ്ത് എന്റെ പിന്നാലെ വരരുത് പ്ലീസ്. ശ്രീലക്ഷ്മി, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഹലോ ഡാർലിംഗ്, ഗുഡ് ഈവനിങ്. ഈവനിങ് അല്ലടാ, നൈറ്റാ. വെറും നൈറ്റ് അല്ലടാ, മിഡ് നൈറ്റാ. മിഡ് നൈറ്റ് ആണെങ്കിൽ മിഡ് നൈറ്റ്. അല്ല മോളെ, എവിടേക്കാ നിനക്ക് പോവേണ്ടത്? അല്ല, ഇതാരായി കൂടെയുള്ള തുരപ്പൻ? തുരപ്പനല്ലടാ, പെരുമ്പാമ്പാ. അവന്റെ നീളം കണ്ടില്ലേ? നീളത്തിലൊന്നും വലിയ കാര്യമില്ലടാ, അവൻ വെറും നീർക്കോലിയാടാ, നീർക്കോലി. അവനെ വിട്. ഇവള് കൈ കാണിച്ച് തീർത്തതല്ലേ, ഇവക്ക് എവിടെ പോണമെന്ന് ചോദിക്ക്. ഇവൾ എവിടെ വേണമെങ്കിലും പോട്ടടാ, നമുക്ക് അവിടെ കൊണ്ട് വിടാന്ന്. പക്ഷെ ഇവളുടെ സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യണതിന് മുൻപേ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇന്നത്തെ മിഡ് നൈറ്റ് പൊളിയാ. വാടി, വന്ന് വണ്ടി കയറി പോവാം. ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അറിയാതെ കൈ കാണിച്ചതാ. വന്നോളൂ മാഡം. എന്താ കാറിൽ സ്ഥലമില്ലാത്തോണ്ടാണോ? വന്നോളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഇല്ല വേണ്ട, താങ്ക് യു. മാഡം വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുപോകും. നീ വരും. വാടി ഇങ്ങോട്ട്. റെജിനോ, റെജിനോ പ്ലീസ്. വാടി, വരാൻ. വാ, വാടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. എക്സ്ക്യൂസ് മീ. വേണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടി, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? നീ ആരാണത് പറയാൻ? ഇവളുടെ തന്തപ്പടിയാണോ അതോ മാമനോ? അനങ്ങിപ്പോരുത്. ആരെങ്കിലും ഒരടി മുന്നോട്ട് വെച്ചാ ഇവന്റെ കൈ ഞാൻ ഒടിച്ച്, അതുകൊണ്ട് നിന്റെ തലയും തല്ലിപ്പൊളിക്കും. വെരി ഗുഡ്. നിനക്ക് വേദന എടുത്തപ്പോ അമ്മയെ ഓർമ്മ വന്നു അല്ലേ? എന്നാ കേട്ടോ, ഈ ലോകത്ത് ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിനക്കൊക്കെ അറിയാമോ? അത് പ്രസവ വേദനയാ. ആ വേദന സഹിക്കുന്നവളാ ഓരോ സ്ത്രീയും നിന്നെപ്പോലെ ഓരോത്തിന് ജന്മം കൊടുക്കാൻ. അതുകൊണ്ട്
വെറും കാമത്തിന്റെ ദൃഷ്ടിയിൽ അവളുടെ സമ്മതമില്ലാതെ നീയൊക്കെ ബലം പ്രയോഗിച്ച് വേദനിപ്പിച്ചാൽ അത് നിനക്കൊക്കെ ജന്മം നൽകിയ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായടാ? നിന്റെയൊക്കെ ഈ കാടത്തരം കാരണം മറ്റു പുരുഷന്മാർക്കും തലതാഴ്ത്തി നടക്കേണ്ട അവസ്ഥയാ ഈ നാട്ടില്. നാല് പുരുഷന്മാർ നിൽക്കുന്നിടത്ത് കൂടി ഒരു പെണ്ണ് വഴി നടക്കാൻ ഭയക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കള്ളും കഞ്ചാവും തലക്ക് പിടിച്ചുള്ള നിന്റെയൊക്കെ ഇതേപോലുള്ള തോന്നിവാസമാണ്. അത് തീർക്കാൻ എനിക്ക് എൻ്റെ ഒരേ ഒരു ഫോൺ കോൾ മതി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അഴിയണ്ണുമ്പോ നിനക്കൊക്കെ മനസ്സിലാവും പെണ്ണിനോട് എങ്ങനെ പെരുമാറണം. അയ്യോ ക്ഷമിക്കണം സാർ. മാഡം ക്ഷമിക്കണം മാഡം. മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ ഇവന്മാരെ അറിയാതെ ചെയ്തു പോയാണ് സാർ. പ്ലീസ് സാർ ക്ഷമിക്കണം സാർ. പിടിച്ചോണ്ട് പോടാ. വാ 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 കേറ വണ്ടി കയറാം. വണ്ടി എടു കേറാ വണ്ടി കേറ. എന്താടി തൃപ്തിയായ നിനക്ക്? എന്നോടുള്ള ദേഷ്യത്തിന് നീ ഏത് വണ്ടിയിൽ കയറി പോവല്ലേ? ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ദിവസവും പേപ്പറിൽ കാണുന്നില്ല ഓരോ കാര്യങ്ങള്. ബ്ലഡി ഫൂൾ. മതി കരയുന്നത് നിർത്ത്. ഇവിടെ ഇപ്പൊ ഞാനാ തെറ്റ് ചെയ്തത്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ തടയണമായിരുന്നു. നിന്നെ കോയമ്പത്തൂരിലേക്ക് അയക്കാൻ പാടില്ലായിരുന്നു. ആ കുറ്റബോധം കൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ വന്നത്. ഒന്ന് ഈ കരച്ചിൽ നിർത്തൂ. നിർത്താൻ പ്ലീസ്. കണ്ടോടക്കെ ആ ബൈക്കെന്ന്. ഇനിയെങ്കിലും വാ എന്റെ കൂടെ. Wow! എന്താ തണുക്കുന്നുണ്ടോ?
വാ. കള്ളം കുടിച്ചോണ്ടിറങ്ങിയേക്കുന്നു. ഞാനേ പോയിട്ട് വരടാ. ഓടായിരുന്നു. നീ പോടാ. ഓടാ. ഇതാരെ സ്റ്റെപ്പ് ഇവിടെ കൊണ്ടുവച്ചു. ഹലോ, ഇവിടെ ഈ ടൂറിസ്റ്റ് ഹോം മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഹോട്ടലോ പെട്രോൾ പമ്പോ എന്തെങ്കിലും? അടുത്തൊരു ബാറുണ്ട്, രുമംഗലി ബാർ. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ പോയാൽ മതി. സാധനം എടുക്കാൻ പോകാനാണ്. എന്നാ പേടിക്കണേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ടേ? എന്തെങ്കിലും വേണ്ട. ഞാൻ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ റിസപ്ഷനിൽ ചെന്ന് ഫോൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എനിക്കും അച്ഛനെ ഫോൺ വിളിക്കണം സർ. അച്ഛൻ കുറെ പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഫോൺ കിട്ടാതെ ടെൻഷനായി കാണും. ശരി, ബാ നോക്കാം. ടൂറിസ്റ്റ് ഹോം അല്ലേ, ലാൻഡ് ഫോൺ കാണും. ബാ നോക്കാം. വാ. രാമൻകുട്ടി, കുംഭകർണ രാമൻകുട്ടി, പാടാ ഇങ്ങോട്ട്. വരുന്നു മുതലാളി. ഒന്ന് അനങ്ങി നടക്കടാ. ഇവർക്ക് 118ാമത്തെ റൂം തുറന്നു കൊടുക്ക്. ഒന്ന് വേഗം ചെല്ല്. നേരം 11 കഴിഞ്ഞു. രാവിലെ വെക്കറ്റ് ചെയ്യാനുള്ളതാ. ചെന്നാട്ടെ ചെന്നാട്ടെ വേളം. വരണം സാർ. വന്നാട്ടെ സാറേ. നമസ്കാരം.
വെൽക്കം ടു പുലരി ടൂറിസ്റ്റ് ഹോം. സുഹൃത്തെ, ഇവിടുന്ന് സിഗ്നൽ കിട്ടുന്നില്ല. ഈ ലാൻഡ് ഫോൺ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇവിടെ സിഗ്നൽ ലാൻഡ് ലൈൻ ഒന്നും ഇല്ല സാർ. ഡോൺ വറി, അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ. പുറത്തുള്ള ആർക്കും ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഇവിടുന്ന് പുറത്തേക്കും നോ ഡിസ്റ്റർബൻസ്, സൈലന്റ് ഏരിയ സാർ. അല്ല, നമുക്കും വേണ്ടത് ഒരു സമാധാനമൊക്കെ ആണല്ലോ, അല്ലേ സാർ? പക്ഷെ എനിക്ക് വീട്ടിലേക്ക് ഫോൺ വിളിക്കണായിരുന്നു, അർജന്റാ. അയ്യേ, അതെന്താ കുട്ടി അങ്ങനെ? ഇവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം വീട്ടിലാരും അറിയരുതെന്നാ സാധാരണ. ഞാൻ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ. ഇവിടെ അടുത്തേതെങ്കിലും ഒരു ഹോട്ടൽ? മുമ്പൊരാൾ ചോദിച്ചതാ, അടുത്തേതോ ബാറേ ഉള്ളെന്നാ അയാൾ പറഞ്ഞത്. അയ്യേ, അതൊക്കെ ഒട്ടും ഡീസന്റ് അല്ലാത്ത സ്ഥാപനമാ. അല്ലെങ്കിൽ തന്നെ എന്തിനാ സാറേ വേറെ ഹോട്ടല്? ഈ ഏരിയയിൽ ഏറ്റവും സേഫ്റ്റി പ്ലേസ് ചെയ്താ. റൂം രാവിലെ മതിയോ അതോ? പക്ഷെ എനിക്ക് കോയമ്പത്തൂരേക്ക് പോകേണ്ടതാ. അവിടേക്ക് ഇനി എത്ര മണിക്കാ ബസ് എന്ന് അറിയാവോ? കോയമ്പത്തൂർക്കൊക്കെ ബസ് ഇനി രാവിലെ കാണത്തുള്ളൂ മാഡം. ആ, ഈ രാത്രി ഇവിടെ തങ്ങിയിട്ട് രാവിലെ പോയാ പോരെ? എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇനി ഒരു റൂം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാ കുഴപ്പമില്ല, ആ റൂം എടുക്കാം, അല്ലേ സർ? സാറോ? ഓ, അപ്പൊ സ്റ്റുഡന്റ് ആണല്ലേ, കൊള്ളാം. ശ്രീലക്ഷ്മി, നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് അന്വേഷിക്കാം. കുറച്ചുകൂടി നടക്കേണ്ടി വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ സർ, ഈ നേരത്തെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? ഞാനാണെങ്കിൽ നടന്ന് നല്ല ടയേർഡാ. നമുക്കിന്ന് ഇവിടെ തങ്ങാം സർ. മാഡം പറഞ്ഞതാ സാർ കറക്റ്റ്. ഈ രാത്രി വേറെ റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ ആണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അറേഞ്ച് ചെയ്ത് തരാം സാർ. എല്ലാം പക്ക ഇല്ലേ? ശരി, ഓക്കെ. ഇവിടെ എങ്ങനെങ്കിലും ഒരു റൂം കൂടെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? രണ്ടാൾക്കും ഓരോരോ റൂം. അതെന്തിനാ സർ 2 റൂം? വെറുതെ കാശുകളെ. നമ്മള് രാവിലെ പോവില്ലേ, നമുക്ക് ഒരു റൂം മതി. മാഡം പറഞ്ഞതാ കറക്റ്റ്. ഇനി ഇവിടെ ബാലൻസ് ഒരു റൂമേ ഉള്ളൂ, ബാക്കി എല്ലാം ഫുള്ളാ. അത് വേണേ സാറ് പറ, അല്ലെങ്കിൽ എനിക്ക് അടച്ചുപൂട്ടി കിടന്ന് ഉറങ്ങണം. ശരി, തന്നോളൂ. ഒരു റൂം മതി സാർ. 1200 രൂപ റൂം റെന്റ്. ഐ ഡി തന്നാ രജിസ്റ്ററിൽ എഴുതാം. അയ്യോ, ഐഡിയ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. ആഹാ, എന്താ സാർ ഇത്? ഐ ഡി ഇല്ലാതെ റൂം എടുക്കാൻ വന്നത്? ഇടയ്ക്കിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് സാർ. നിങ്ങൾ വല്ല തീവ്രവാദികളുമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങില്ലേ? ആ ശരി, ഒരു കാര്യം ചെയ്യാം. രജിസ്റ്ററിലൊന്നും എഴുതണ്ട, ഒരു 2000 രൂപ കൊടു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സർ, എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. ആണോ? എങ്കിൽ മാഡത്തിന്റെ ആയാലും മതി. ആരെങ്കിലും ചെക്കിങ്ങിന് വന്നാ നമുക്കൊരു നമ്പറും പേരും കാണിക്കണം, അത്രേ ഉള്ളൂ. ശ്രീലക്ഷ്മി, തൻ്റെ കയ്യിൽ കാശുണ്ടോ? എൻ്റെ പേഴ്സ് കാറിൽ പെട്ടെന്നിറങ്ങി വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. മാഡം, ബാലൻസ് വെക്കേറ്റ് ചെയ്യുമ്പോൾ തരാം. ലഗേജ് ഇവിടെ വെച്ചേക്ക്, റൂമിലെത്തിക്കാം. എടാ രാമൻകുട്ടി, കുംഭകർണ. ഓ, അവരെവിടെയും പോയി കിടന്ന് ഉറങ്ങുകയായിരിക്കും. സാർ, ഞാൻ തന്നെ റൂം കാണിച്ചു തരാം. ആ, വന്നാട്ടെ.
ഹലോ, ആരുമില്ലേ ഇവിടെ? ഹലോ, ആരുമില്ലേ ഇവിടെ? ഹലോ അയ്യോ ശ്രീടച്ച, ആരാ ഈ നേരത്ത്? ഹലോ, അയ്യോ രാജാവ് സാറ്. സാറേ, സാറെന്താ ഈ നേരത്ത്? സാർ ഇവിടേക്ക് വന്നിരുന്നു. ആര്? രവിവർമ്മൻ സാറോ? അതെ, രവിചന്ദ്രവർമ്മൻ സാർ തന്നെ, ശ്രീലക്ഷ്മി മാഡത്തിന്റെ ബോസ്. അയ്യോ എന്റെ പൊന്ന് രാജാവ് സാറേ, രഘുവർമ്മൻ സാർ എന്തിനാ ഈ നേരത്തെ ഇവിടെ വരുന്നത്? ഇത് അർദ്ധരാത്രിയാ, നട്ടുച്ചയല്ല സമയം. എന്തു പറ്റി സാർ? സാറ് രവിവർമ്മൻ സാറിനെ അന്വേഷിക്കാൻ ഇവിടെ വന്നത്? ശ്രീലക്ഷ്മി മാഡം എവിടെ? ഒന്ന് വിളിച്ചേ, ചോദിക്കട്ടെ. വിളിക്കാനോ? അവളപ്പോ കോയമ്പത്തൂര് പോയത് രാജാവ് സാർ അറിഞ്ഞില്ലേ? എന്തു പറ്റി സാറേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? സാർ, സാറൊന്നും പറഞ്ഞില്ല. സാർ, എന്റെ മോക്ക് എന്താ പറ്റിയത്? സത്യം പറ, സാർ എന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ഇതെന്താ ശ്രീടച്ച ഇവിടെ നടക്കുന്നത്? ആ രാജാവ് സാറ് വന്നു പോയി, ഒന്നും പറഞ്ഞുമില്ല, സൂചിപ്പിച്ചതുമില്ല. ആ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് മോളെ ഒന്ന് വിളിക്കേ. ചിലപ്പോ അവൾക്ക് പറയാൻ പറ്റും എന്താ കാര്യമെന്ന്. വാ വാ നടക്ക. എന്റെ കരുകുത്തിയമ്മേ. ഫോൺ കിട്ടുന്നില്ല സരോജം, ഇപ്പോഴും കണക്ട് ആവുന്നില്ല. അതല്ല ശ്രീടച്ച, ആ രാജാവ് സാർ വന്ന് ശ്രീലക്ഷ്മി ഉണ്ടോന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ രവിവർമ്മൻ സാർ ഉണ്ടോന്ന് എന്തിനാ അങ്ങേര് ചോദിച്ചത്? അയാൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? ഈ വീട്ടിലാണോ രവിവർമ്മൻ സാറിന്റെ പൊറുതി? അത് തന്നെ സരോജം എനിക്ക് മനസ്സിലാകാത്തത്. അതുമല്ല, കാര്യമൊന്നും പറയാതെയല്ല രാജാറാം സാർ തിരികെ പോയത്. ഇതിപ്പോ എല്ലാം കൂടി ആലോചിച്ചിട്ട് തല കറങ്ങുന്ന അവസ്ഥയായല്ലോ.